ഒരിക്കൽ നമ്മുടെ യേശു കർത്താവ് ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കൈ വരണ്ട ഒരു മനുഷ്യൻ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. പലരും ആ ദിവസം ശബത്തായതുകൊണ്ട് യേശു എന്തെങ്കിലും അത്ഭുതം ചെയ്യുമോ എന്ന് നോക്കി കർത്താവിനെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുകയാണ്. യേശു ആ കൈ വരണ്ട മനുഷ്യനെ മുമ്പിലോട്ട് കൊണ്ടു നിർത്തിയിട്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കി. എന്നെ ചിന്തിപ്പിച്ച ആ മനുഷ്യൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ നമ്മളെ എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്, എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. ഒരു പെട്ടെന്നുള്ള അപ്രത്യക്ഷമായ വിഷമമായിരിക്കും, ഒരു രോഗമായിരിക്കും, ഒരു പ്രതിസന്ധി ആയിരിക്കും, അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതോ അല്ലാത്തതോ എന്തു തന്നെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധിയിൽ നമ്മളെ എവിടെ കാണാം എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ മനുഷ്യനെ നോക്കിക്കുകയും അയാളുടെ കൈ വരണ്ടിരുന്നിട്ടും, അയാളുടെ ജീവിതത്തിൽ രോഗമുണ്ടായിരുന്നിട്ടും ദുഃഖമുണ്ടായിരുന്നിട്ടും അയാളെ ദേവാലയത്തിൽ കാണാം. നമുക്ക് ദേവാലയത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം എവിടെയാണോ അവിടേക്ക് ഓടിയെടുക്കാനുള്ളൊരു മനോഭാവം ആ മനുഷ്യനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധിയോ രോഗമോ പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തു ആയിക്കോട്ടെ, നമ്മൾ എവിടെ പോകാനാണ് താല്പര്യപ്പെടുന്നത്? എവിടെയാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്? കർത്താവിൻ്റെ അടുക്കിലേക്കും ദൈവ സാന്നിധ്യത്തിലേക്കും നമ്മൾ അടുത്ത് ചെന്ന് ആശ്രയം വെക്കുന്നുണ്ടെങ്കിൽ, ആശ്വാസം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. നമുക്കറിയാം, ദൈവഭക്തിയായ ഹന്ന അവളുടെ ജീവിതത്തിൽ അവിടെ പ്രതിയോഗി ദിനം പ്രതി ദുഃഖിപ്പിച്ചിട്ടും അവൾ ദേവാലയത്തിൽ പോകുവാൻ, അവൾ ദൈവസാന്നിധ്യം കണ്ടെത്തുവാൻ മടിച്ചില്ലെന്നുള്ളതാണ്. അവിടെ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ അവൾക്ക് ദൈവത്തിൽ നിന്നൊരു മറുപടി ലഭിക്കുകയും അവൾക്ക് പുത്രനെ ലഭിക്കുകയും ചെയ്തു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്തു ചെന്നിരുന്നാൽ ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയം, പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.